ബീഹാറിൻ്റെ അതികായനായ മുഖ്യമന്ത്രി ശ്രീ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് രാജ്യസഭാ അംഗമായി മാറുന്ന വാർത്തയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. BJP ബീഹാർ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നല്ലെങ്കിൽ ഇന്നലകളിൽ ഉയർന്നു വരും എന്നുള്ള അവരുടെ പ്രതീക്ഷകളെ അവർ ലക്ഷ്യത്തിലെത്തിക്കാൻ വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും JDUവും ചേരുന്ന NDA സഖ്യം 243 സീറ്റിൽ 202 സീറ്റുകൾ നേടി അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടും BJPയുടെ ബീഹാറിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ 20% മുകളിലേക്ക് പോകുന്നില്ല. 2015 അവർക്ക് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം നേടാൻ കഴിഞ്ഞത്. അത് ഏതാണ്ട് 24% 2019 91 MLAമാരെ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ വലിയ ഏകപക്ഷീയമായ മുന്നേറ്റമുണ്ടായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ MLAമാരുടെ എണ്ണം 89ഉം JDUവിൻ്റെ എണ്ണം 85ഉമാണ്. നോക്കൂ, ബീഹാറിൻ്റെ പൊതുവായ രാഷ്ട്രീയം പിന്നോക്ക സമുദായക്കാരുടെ, യാദവ, കുമ്മി തുടങ്ങിയ സമുദായക്കാരുടെ, ദളിത്, ആദിവാസി വിഭാഗങ്ങളുടെ ഒരു ഐക്യത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിതീഷ് കുമാറിനെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങളാണ് BJPക്ക് മോശമല്ലാത്ത MLAമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ ബീഹാറിൽ കഴിഞ്ഞത്. അപ്പോഴും BJPക്ക് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയേക്കാൾ ഒന്നിലധികം തവണ MLAമാരെ കൂടുതൽ കിട്ടിയിട്ട് പോലും BJP എന്തുകൊണ്ടാണ് ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാതിരുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് നിതീഷ് കുമാർ ക്ഷീണിതനാവുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയെ കൂടി ലിക്വിഡേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഇപ്പോൾ നിതീഷ് കുമാറിനോട് രാജ്യസഭാ അംഗമായി മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് JDUവിൻ്റെ നേതാവ് ശ്രീ മനോജ് കുമാർ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു സമീപനമുണ്ട്. അദ്ദേഹം പറയുന്നത് ദേശി വേഴ്സ് ഓഫ് മധുരൈ മോഡൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ വെൻസുലയിൽ എങ്ങനെയാണോ മധുരയെ തട്ടിക്കൊണ്ടുപോയി ആ പ്രസിഡൻഷ്യൽഷിപ്പ് അമേരിക്ക ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത്, അതുപോലെ നിതീഷ് കുമാറിനെ മറ്റൊരു തരത്തിൽ തട്ടിക്കൊണ്ടുപോക്കലിന് വിധേയമാക്കിയിരിക്കുന്നു BJP എന്ന് അദ്ദേഹം പറയുന്നു. ഈ വസ്തുതകളിൽ ശരിയുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് നിതീഷ് കുമാറിൻ്റെ വീടിൻ്റെ മുന്നിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ ഒരുപറ്റം ആളുകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രതികരണങ്ങൾ. ബീഹാറിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വിജയിപ്പിച്ചത് ഞങ്ങളുടെ നേതാവ് നിതീഷ് കുമാർ ആണ് എന്നിരിക്കെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് BJP ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് JDUവിൻ്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, BJP മറ്റ് പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയ ഇടങ്ങളിലൊക്കെ ധൃതരാഷ്ട്രാലിംഗനത്തെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു നടന്നിരുന്നത്. BJP സഖ്യമുണ്ടാക്കിയിട്ടുള്ള പ്രാദേശിക കക്ഷികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കർണാടകയും മഹാരാഷ്ട്രയും ഒഡീഷയും തെളിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബീഹാറിൽ JDUവിനെയും അപ്രസക്തമാക്കിക്കൊണ്ട് BJP ബീഹാറിൻ്റെ മൊത്തം അധികാരവും പിടിക്കാനുള്ള ഈ തീരുമാനം ഒരുപക്ഷെ ഭാവിയിൽ BJPയുടെ ബീഹാറിലെ അവസ്ഥയെ കൂടുതൽ പരിതാപകരമാക്കും. കാരണം ബീഹാറിലെ രാഷ്ട്രീയം ഹിന്ദുത്വ പൊതുബോധത്തിനെതിരായിട്ടുള്ള പിന്നോക്ക സമുദായക്കാരുടെ, ദളിതരുടെ, ആദിവാസികളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയമാണ് എന്ന് ബീഹാറികൾക്കറിയാം. അതിലേക്കെത്താൻ BJP സമ്പൂർണമായും വരും ദിവസങ്ങളിൽ പരാജയപ്പെടും.